ജോലി, സന്താനകാര്യങ്ങൾ, വിവാഹാദികൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് ചലിക്കാൻ തുടങ്ങും. ഓം നമശ്ചണ്ഡികായി. ജ്യോതിഷത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് 2026 മാർച്ച് 10. അതുവരെ വക്രഗതിയിൽ, അതായത് പിറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യാഴം അന്ന് മുതൽ ക്രമഗതിയിൽ സഞ്ചരിക്കുകയാണ്. വ്യാഴം എന്ന ഗ്രഹം ഈ പ്രപഞ്ചത്തിലെ എല്ലാ നല്ല കാര്യങ്ങളുടെയും കാരകനാണ്. ഈശ്വരഭക്തി, ജ്ഞാനം, സത്യനിഷ്ഠ, സന്താനങ്ങൾ, ധനം, വിജയം, ശ്രേഷ്ഠത, കീർത്തി തുടങ്ങിയ എല്ലാ കാര്യങ്ങളുടെയും കാരകൻ വ്യാഴമാണ്. അതുവരെ ഈ കാര്യങ്ങളെല്ലാം പിറകോട്ടായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അന്നു മുതൽ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങും. തടസ്സപ്പെട്ടിരുന്ന പ്രവർത്തികൾ, നിർത്തിവെച്ചിരുന്ന പ്രവർത്തികൾ എല്ലാം മുന്നോട്ട് പോകും. ജോലി, സന്താനകാര്യങ്ങൾ, വിവാഹാദികൾ എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് ചലിക്കാൻ തുടങ്ങും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. ആത്മീയ ചിന്തയിൽ പുരോഗതി ഉണ്ടാവും. കോടതി കേസുകൾ, അതുപോലെ മറ്റ് നിർത്തിവെച്ചിരുന്ന എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് നമുക്ക് അനുകൂലമായിട്ട് നീങ്ങാൻ തുടങ്ങും. എല്ലാവർക്കും ഈ വ്യാഴത്തിൻ്റെ മാറ്റം അനുകൂലമാണ്. എങ്കിലും ചില നക്ഷത്രക്കാർക്ക് ഇതിന് ചെറിയ പ്രത്യേകതയുണ്ട്. മകയിരം, തിരുവാതിര, പുണർദം, ഉത്രം, അത്തം, ചിത്തിര, മൂലം, പൂരാടം, ഉത്രാടം, ഉത്രട്ടാതി, രേവതി, അശ്വതി ഈ നക്ഷത്രങ്ങൾക്കാണ് ഈ ഗുണങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്നത്. ഇവർ വ്യാഴത്തിൻ്റെ അധിദേവതയായ വിഷ്ണുവിനെ കൂടുതലായിട്ട് ഭജിക്കണം. വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കണം. ദിവസവും ഒരു 1000 പ്രാവശ്യമെങ്കിലും ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കണം. വ്യാഴാഴ്ചകളിൽ മാത്രം. ഇങ്ങനെ വിഷ്ണുപ്രീതി വരുത്തിയാൽ ഇവർക്കെല്ലാം നല്ല ഗുണങ്ങളുണ്ടാവും. ഇവർക്ക് മാത്രമല്ല, മറ്റ് നക്ഷത്രക്കാർക്കും ഇതേ ഗുണങ്ങൾ തന്നെ ലഭിക്കും. എല്ലാവരും വിഷ്ണുപ്രീതി വരുത്തി അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ശ്രമിക്കണം. എല്ലാവർക്കും വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.